അപ്പോൾ ഹായ് മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ധൂം വൈറ്റി. അപ്പം കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം നല്ല തിരക്കായിരുന്നു ഗൈസ്, ശരിക്കും നല്ല തിരക്കായിരുന്നു. അത് കാരണമാണ് വീഡിയോ ഒന്നും ചെയ്യാത്ത. 2-3 വട്ടം ഞാൻ വീഡിയോ ചെയ്യാൻ ട്രൈ ചെയ്ത, പക്ഷേ എനിക്ക് തിരക്ക് കാരണം പറ്റിയില്ല. ഞാൻ കുറേ പരിപാടി എന്താ തലവെച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പാളിക്കിടക്കുവാണ്. എല്ലാം ഒന്നേന്ന് ആദ്യം തൊട്ട് തുടങ്ങണം, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. യൂട്യൂബിൻ്റെ റീച്ച് ഡൗൺ ആയി. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ റീച്ച് ഡെഡാണ്. സോ ഇതെല്ലാം തിരിച്ചെടുത്ത് വരണം ഇനി. അതേസമയം നമ്മുടെ ഗെയിമിൽ പുത്തനൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഇതൊരു ബീറ്റ അപ്ഡേറ്റാണ്. 4.9.6.1 ഇതാണ് അപ്ഡേറ്റിൻ്റെ പേര്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് BMW 5 സീരീസ് വരുന്ന E34 എന്ന് പറയുന്ന ഒരു എന്താ പറയുക, കോമ്പാക്റ്റ് സെഡാൻ, അല്ല കോമ്പാക്റ്റ് SUV എന്നൊക്കെ പറയാം. ആ ഒരു ടൈപ്പാണ്. ഹാച്ച് ബാക്ക് പോലത്തെ ഒരു വണ്ടി. അപ്പോൾ ഈ ഒരു കാറ് അത്യാവശ്യം നല്ല കിടിലൻ കിറ്റൊക്കെ ഉണ്ട് ഇതിന്. പക്ഷേ ഈ സ്പോയിലർ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പ്രീമിയം കൊടുത്ത് വാങ്ങുന്ന ഈ ഒരു സംഭവം പൊളിയാണ്. എന്താ പറയുക, ഫ്രണ്ട് ബമ്പർ അത് പൊളിയാണ്, അതെനിക്കിഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ വേസ്റ്റാണ്. ഇനി പ്രീമിയം കൊടുത്ത് വാങ്ങുന്ന ബാക്ക് ബമ്പറും പൊളിയായിരിക്കും. ബാക്കിയൊക്കെ വെറുതെയാണ്, ഒരു ലുക്കും ഇല്ല, ഒരു തേങ്ങയില്ല, ചുമ്മാ അലമ്പ്. പ്രീമിയം കൊടുത്ത് വാങ്ങുന്നത് എനിക്കിഷ്ടപ്പെട്ടു, അത് അത്യാവശ്യം നല്ല സാധനമാണ്. പിന്നെ അതെ, ഈ ഒരു സംഭവം കൊള്ളാം. ഈ ഒരു സൈഡിലോട്ട് വരുന്ന എക്സോസ്റ്റ് അത് കിടലാണ്. പിന്നെ കാർബൺ ഹുഡ് ഒക്കെ സാധാരണ സാധനം തന്നെ, വലിയ രസമൊന്നുമില്ല. നമുക്ക് വേണേൽ കാർബൺ ഹുഡ് മറ്റേ ഇത് കൊടുത്ത് ചെയ്തെടുക്കാമല്ലോ. അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ബോഡി കിറ്റൊന്നും വാങ്ങിച്ചിടേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്കകത്തൊക്കെ ഈ സാധനം വെക്കാൻ പറ്റും. ഈ ഒരു ഫ്രണ്ട് ബമ്പർ, അല്ല ഒരു എക്സ്ട്രാ എന്താ പറയുക, മഡ് ഗാർഡ് എന്നൊക്കെ പറയാം. അതും ക്രിസ്മസ് തീമിൽ, അത് കൊള്ളാം. പിന്നെ റൂഫ് ബോക്സ് ഒക്കെ വരുന്നുണ്ട് ഈ വണ്ടിയിലും. പിന്നെ വേറെ ടൊയോട്ടയുടെ വണ്ടിയുണ്ട്, അതിനും റൂഫ് ബോക്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു അപ്ഡേറ്റാണ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ടൊയോട്ടൻ്റെ GR യാരിസ് ആണ്. ഇതൊരു കിടിലൻ വണ്ടിയാണ്. ഇതൊരു റാലി കാറാണ്. ഈ കാറ് റാലി റേസിങ്ങിന് യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടി കിറ്റ് ഇറക്കുമ്പോൾ നല്ല രസമാണ്, നല്ല കിഡിന് ലുക്കാണ്, അതുള്ള കാര്യമാണ്. ഇത് വന്നതിൽ ചെറിയ വണ്ടികളിൽ കിറ്റിട്ട് ഇറക്കുമ്പോൾ നല്ല കിഡിന് ലുക്ക് കിട്ടുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാ. ഇതിൽ നല്ലൊരു റാലി തീമിലുള്ള ലൈവറിയൊക്കെ അടിച്ചിറക്കി റിലീസ് ചെയ്യണം, പക്കായിരിക്കും വണ്ടി. നല്ല കിഡിലെ ലുക്കുള്ള വണ്ടിയാണ്, സീരിയസ്ലി നല്ല കിഡിലെ ലുക്കായി വണ്ടിക്ക്. ഈ വണ്ടി ഇതിപ്പോൾ നിലവിൽ വണ്ടിയെല്ലാം കോയിനും പിന്നെ ഈ ഒരു വണ്ടി ഗെയിം മണി കൊടുത്ത് വാങ്ങാനുമാണ് വന്നേക്കുന്നത്. ഒറിജിനൽ അപ്ഡേറ്റ് വരുമ്പോൾ അത് മാറും. സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള വണ്ടി കോയിന് വന്നേക്കുന്ന വണ്ടിയൊക്കെ ചിലപ്പം പെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം അതിനുള്ള വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല ലുക്കല്ലേ ഗൈസ്, കണ്ടോ? ബ്ലാക്ക് പെയിൻറ്റിൽ തന്നെ നല്ല രസമാണ്. പിന്നെ അടുത്ത പുത്തനായിട്ട് വന്നേക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഈ വണ്ടി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇത് സ്കോഡ ഒക്ടേവിയയുടെ കോമ്പാക്റ്റ് RS എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഒരു കോമ്പാക്റ്റ് ഹാച്ച് ബാക്ക് ടൈപ്പ് സാധനം, ഒരു ഫാമിലി കാർ. ഇതൊക്കെ ഇതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കാനാണ്? എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ വണ്ടിയൊക്കെ ഇതിൽ കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഫോർച്യൂണറും എല്ലാം കൊണ്ടുവരാനുള്ളതിന് ഈ തീട്ട വണ്ടിയൊക്കെ, ഈ വണ്ടിയൊക്കെ വേസ്റ്റാണ്. എനിക്കിത് കാണുമ്പോൾ തന്നെ കലിയ. ഇത് നമുക്ക് സ്കിപ്പ് ചെയ്തേക്കാം ഗൈസ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം മീബാക്ക്. നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നൊരു വണ്ടി. ഇതല്ല GLS ആണ് വരേണ്ടത്, പക്ഷേ അറ്റ്ലീസ്റ്റ് S ക്ലാസ്സിലും വന്നല്ലോ. നമ്മുടെ സ്വന്തം മെഴ്സിഡീസ് ബെൻസ് മീബാക്കിൻ്റെ S ക്ലാസ് ആണ് വന്നേക്കുന്നത്. ഇതിന് ഈ S ക്ലാസ്സിന് എന്തിനാടാ സ്പോയിലർ? അതിൻ്റെ ആവശ്യമില്ലടാ. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ പക്ക ലക്ഷറിയുടെ പീക്കാണ്. ഈ വണ്ടിക്ക് സ്പോയിലറിൻ്റെ ആവശ്യമില്ല. ഈ സാധനമൊന്നും വേണ്ട. ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഡീക്രോം ചെയ്യാൻ പറ്റിയാൽ മതി. ഡീക്രോം ഉണ്ട്. ഈ വണ്ടി ഡീക്രോം ചെയ്താൽ മാത്രം മതി. നല്ല കിഡിലൻ രീതിയിൽ ഡിസൈനും ചെയ്താൽ പക്ക ലക്ഷറിയുടെ പീക്കാണ്. മാഫിയ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സാധനം. നിങ്ങളൊക്കെ ഈ അന്വേഷിച്ച് നടക്കുന്നില്ലേ, അതിതാണ്. ഈ സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ കോമ്പൈൻ ചെയ്തെടുത്താൽ നല്ല കിഡിലൻ വണ്ടിയായിരിക്കും ഇത്. എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നാളത്തേക്ക് ഈ വണ്ടി ഉപയോഗിക്കും. ഒന്ന് ലൂപ്പിൽ ഉപയോഗിക്കും. കാരണം ഞാനത് എന്താ പറയുക, നമ്മുടെ പിങ്ക് പാന്തറിന് യൂസ് ചെയ്യുന്ന S ക്ലാസ്സിൽ അതിൽ ഈ ഒരു മെയ്ബാക്കിൻ്റെ ഒരു ചെറിയ സിസ്റ്റം ഉണ്ട്, പഴയ മെയ്ബാക്കിൻ്റെ ഒരു ബോഡി കിറ്റ്. അതിട്ട് തന്നെ ഇഷ്ടം പോലെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഒറിജിനൽ S ക്ലാസ് കിട്ടുമ്പോൾ
വെറുതെ വിടുമോ? അപ്പോൾ ഇതെന്നാൾ കിടലുമാണ് ഈ വണ്ടി. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഗ്രില്ലിൻ്റെ മുകളിൽ വരുന്ന മറ്റേ എംബ്ലം ഉണ്ടല്ലോ മെഴ്സിഡീസിൻ്റെ, അത് തലതിരിച്ച് വെച്ചേക്കുന്നത്, അത് ബോറായിപ്പോയി. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ പോർഷെ കരേര GT ആണ്. നമ്മുടെ സ്വന്തം കരേര GT. നല്ല കിഡിലെ സൗണ്ടാണ് ഇതിന് V8 കിഡിലാണ്. കിഡിലെ സൗണ്ട് എന്ന് പറഞ്ഞാൽ കിഡിലെ സൗണ്ട്, ഭയങ്കര സൂപ്പർ സൗണ്ടാണ് ഈ വണ്ടിയുടെ. ഈ വണ്ടി വെച്ച് ഈ ഒരു വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. അതിപ്പം ഉടനെ അടുത്ത ദിവസം തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. എല്ലാ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പേടിക്കേണ്ട. ഇതിൻ്റെ പുറകെ തന്നെ ആ വീഡിയോ വരും. അപ്പോൾ ഈ വണ്ടി പ്രത്യേകിച്ച് എന്താ, വേറൊന്നും വേണ്ട. ഒന്നിലെ ബ്ലാക്ക് കളറും കറുത്ത വീലും, അല്ലെങ്കിൽ ബ്ലാക്ക് കളറ് പെയിൻറ്റും ബ്രൗൺ കളർ അല്ല ഗ്രേ കളർ വീലും, അല്ലെങ്കിൽ വൈറ്റ് കളറും ബ്ലാക്ക് വീലും. ഈ കാണുന്ന പോലെ ഇതാണ് ഈ വണ്ടിയുടെ ഒരു ലുക്ക്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് ഈ വണ്ടി പക്കാ ലുക്കാണ്. നല്ല കിഡിലൻ സ്പോർട്സ് ലുക്കുള്ളൊരു വണ്ടിയാണ് ഈ വണ്ടി. നമ്മുടെ പോൾ വോക്കറിൻ്റെ ഫേവററ്റ് വണ്ടിയാണ് ഇത് സൂപ്പർ വണ്ടി. ഇത് എന്താ പറയുക, നല്ല കിഡിലൊരു വണ്ടിയാണ് ഇത് സ്റ്റോക്കായിട്ട് തന്നെ 8000-ഓളം HP ഇന്നർ HP പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ്. സോ അത് നല്ലൊരു കിഡിലൻ വണ്ടിയാണ്. ഇത് കൊണ്ടുവന്ന് നന്നായെന്നേ പറയാനുള്ളൂ. പിന്നെ വന്നേക്കുന്നത് ഏതാ, നേരത്തെ നമ്മൾ പറഞ്ഞ മറ്റേ വണ്ടി. അല്ലാതെ ഈ ഒരു അപ്ഡേറ്റിനകത്ത് വന്നേക്കുന്നതെന്ന് പറയാൻ എന്താ, പുത്തനായിട്ട് കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സിറ്റി വണ്ണ് ഫുള്ള് സ്നോയിൽ കുളിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡ്രസ്സൊക്കെ ഒന്ന് പോയി നോക്കാം. ഹെൽമെറ്റ് കുറേ വന്നിട്ടുണ്ട്. ഹെൽമെറ്റിൻ്റെ ഹെഡ് ഗിയർ കുറച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഇതൊക്കെ ഉള്ളതാണ് റേസിങ്ങിൻ്റെ. അല്ലാതെ ഏതാ ഉള്ളത്? അതെ, താഴെ. അപ്പം ഗൈസ് കുറച്ച് ക്രിസ്മസ് തീമിലുള്ള അതൊക്കെ പ്രീമിയത്തില്ല. നല്ലതൊക്കെ പ്രീമിയത്തിന് വിടും. ബാക്കിയുള്ള ചവറ സാധനമൊക്കെ ഫ്രീ ആയിട്ടും തരും. ഇതൊക്കെ എന്താണിത്? അയ്യേ, ഇതെന്ത്? ഇത് വല്ല ഹാജിയാരോ പള്ളിയിലെ മാലര്? ഇതൊക്കെ എന്ത് കോപ്രായമാണ് ഇത്? എന്ത് തേങ്ങയാണ് ഇത്? നല്ല ഡ്രസ്സ് കൊണ്ടുവരാനുള്ളതിന് ഈ കണ്ണാടിയൊക്കെ കണ്ടില്ലേ, വേസ്റ്റാണിത്. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് കാണിക്കാൻ? എടാ നല്ല വല്ല സൺഗ്ലാസ് കൊണ്ടുപോകണം. നീയൊക്കെ എല്ലാം പ്ലെയിൻ ഗ്ലാസ്സാണ് കൊണ്ടുവന്നേക്കുന്നത്. എടേ അഡ്മിൻ, എന്താണ് നീയൊക്കെ ഉദ്ദേശിക്കുന്നത്? ഇത് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നേക്കുന്നുണ്ടോ? ഇതൊക്കെ പഴയതാണ്. ഓക്കെ, പുത്തനായിട്ട് കൊണ്ടുവന്നേക്കുന്നുണ്ട്. ഇതൊക്കെ ഡ്വാർഫ്സിൻ്റെ ഡ്രസ്സാണ്. ഇതെന്തിനാണ് നമുക്ക് ക്രിസ്മസ് ഇതൊക്കെ ഓക്കെ. ക്രിസ്മസ് തീമിൽ കുറച്ച് സ്വെറ്റേഴ്സ് കൊണ്ടുവന്നു, അത് ഓക്കെയാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ഓവറാക്കി കളയരുത്. ഇതൊരു ഒരു എന്താ പറയുക, നല്ല കിടിലൻ ഇമ്പ്രൂവ്മെൻ്റൊക്കെ ആയി വരുന്നൊരു ഗെയിമാണ്. ഇത് നശിപ്പിച്ച് കളയില്ല ഇങ്ങനെ. എന്നാൽ ഈ ഒരു അപ്ഡേറ്റിൽ ഡ്രസ്സൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ സിറ്റി 1 ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ ഓൾ.